ഇന്ന് ഒരു കേര മേടിച്ച്, ചെറിയൊരു കേരയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അത് കറി വെക്കാം. നമുക്ക് അതൊന്ന് കറി വെക്കാം ഇന്ന്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി കടുകിടാം. ഒരു 1/4 സ്പൂണ് കടുക്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി. ഇനി കുറച്ച് ഉലുവ, ഇത്രയും മതി. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒരു ശകലം മൂപ്പായിട്ട് അതിനകത്തോട്ട് തന്നെ ഇടിച്ച് വെച്ചേക്കുന്ന എല്ലാം ഇടാം. ഇനി ഇടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ടിടാം. ഒന്ന് മൂക്കട്ടെ. ഉള്ളിയെല്ലാം ശരിയായി മൂത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി മല്ലിപ്പൊടി, അത് ഞാനൊരു 3 സ്പൂൺ ഇടുന്നുണ്ട്. 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്. ഇനി മുളക് പൊടി ചെറിയ സ്പൂണ് ഒരു 5 സ്പൂണ്. ഇത്രയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനി ഒന്ന് മൂക്കട്ടെ. മുളക് പൊടിയെല്ലാം മൂത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മിക്സ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്. ഇവിടെ എല്ലാവർക്കും മീനെക്കാട്ടി കൂടുതൽ വേണ്ടത് ചാറ്. അച്ഛനും മോളും മാത്രമേ മീൻ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് കറിയൊക്കെ മതി. ഇനി ഭയങ്കര പുളിയാണ് ഈ പുളിക്ക്, അത് മതി. അരപ്പെല്ലാം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കഴുകി വെച്ചേക്കുന്ന മീനിടാം അതിനകത്തോട്ട്. ഫോൺ പോയേനെ മീൻ ചട്ടിയിൽ. ഇത് വെന്ത് പറ്റട്ടെ. ഇങ്ങനെ ഞാൻ മീൻ കറി വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പറ്റട്ടെ, വേവട്ടെ. ഇങ്ങനെ കറിയെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടട്ടെ. കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കാം. അപ്പം തന്നെ ആവശ്യത്തിന് കൂടുതൽ എണ്ണ, ഒത്തിരി എണ്ണയൊന്നും ഇവിടെ ഒഴിക്കത്തില്ല. ഇതൊന്ന് ഇളക്കി വെക്കാം. ശകലം കൂടെ ഒന്ന് പറ്റാനുണ്ട്, അപ്പത്തിന് എല്ലാം സെറ്റാവും.